എൻ്റെ മോൻ പാവമായിരുന്നു. ഒരമ്മയ്ക്കും അച്ഛനും ഇങ്ങനത്തെ യോഗം ഉണ്ടാകരുത്. ഹൃദയം പൊട്ടുന്നു. ഒരു പെറ്റമ്മയുടെ വാക്കുകളാണിത്. ഷിംജിത എന്ന മുസ്ലിം ലീഗ് പ്രവർത്തക വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ ജീവനൊടുക്കിയ ദീപകിന്റെ അമ്മയുടേത്. കേട്ടു നിൽക്കാനാവില്ല ആ വാക്കുകൾ. നാം ഇന്ന് ജീവിക്കുന്നത് വിരൽ തുമ്പിൽ നീതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. വടകരയിലെ ഷിംജിത ദീപക് സംഭവം വെറുമൊരു വാർത്തയല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിന്റെ വികലമായ നീതിബോധത്തിന് മുന്നിൽ പിടഞ്ഞു വീണ ഒരു മനുഷ്യ ജീവിതത്തിന്റെ ദാരുണമായ ഓർമ്മപ്പെടുത്തലാണ്. ബസ്സിലെ തിരക്കിനിടയിൽ അബദ്ധത്തിൽ തട്ടിയതാകാമെന്ന ദീപക് കരഞ്ഞു പറഞ്ഞിട്ടും അവനെ കേൾക്കാൻ ആരുമുണ്ടായില്ല. അവന്റെ വിലാപത്തെക്കാൾ ഉച്ചത്തിലായിരുന്നു ഷിംജിതയുടെ റീലിന് ലഭിച്ച ലൈക്കുകളും ഷെയറുകളും. മകൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ആ മാതാപിതാക്കൾ ഇന്ന് നിയമ പോരാട്ടം നടത്തുമ്പോൾ നഷ്ടപ്പെട്ട ജീവൻ തിരികെ നൽകാൻ ആർക്ക് കഴിയും? സ്ത്രീ സുരക്ഷയ്ക്കായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങളും നൽകപ്പെട്ട പരിഗണനകളും എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതിനെക്കുറിച്ചും സോഷ്യൽ മീഡിയയിലെ റീച്ച് മോഹം എങ്ങനെ ഒരു ഡിജിറ്റൽ കൊലപാതകമായി മാറുന്നു എന്നതിനെക്കുറിച്ചും സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഷിംജിത എന്ന യുവതി ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഉന്നയിച്ച ആരോപണം ഒരു മനുഷ്യന്റെ അന്തസ്സും ജീവനും നിമിഷങ്ങൾക്കുള്ളിലാണ് തകർത്ത് തരിപ്പണമാക്കിയത്. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് വെറും ഒരു ആരോപണമല്ല, മറിച്ച് വിക്ടിം കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഡിജിറ്റൽ ലിഞ്ചിങ്ങിനെ കുറിച്ചാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ശക്തമായ വകുപ്പുകളുണ്ട്. എന്നാൽ ഈ സംരക്ഷണം ഒരു ലൈസൻസായി മാറുന്നുണ്ടോ? ഷിംജിത ദീപക് വിഷയത്തിൽ കണ്ടത് നിയമത്തിന് മുന്നിൽ പരാതിപ്പെടുന്നതിനൊക്കെ മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരാളെ ക്രൂശിക്കുന്ന രീതിയാണ്. ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ചാൽ ഉടൻ തന്നെ മറുഭാഗത്തുള്ള പുരുഷൻ കുറ്റവാളിയാണെന്ന് വിധി എഴുതുന്ന ഒരു ജെൻഡർ ബയസ് നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ പ്രിവിലേജിനെ ദുരുപയോഗം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പീഡനത്തിന് ഇരയാകുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളോടുള്ള വഞ്ചന കൂടിയാണ്. ഇന്നത്തെ പല കണ്ടന്റ് ക്രിയേറ്റർമാരും നീതി നടപ്പാക്കാനല്ല, മറിച്ച് റീച്ച് വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു വീഡിയോ വൈറലാക്കാൻ വേണ്ട വൈകാരിക ഘടകങ്ങൾ ചേർത്ത് ഒരാളെ പൊതുമധ്യത്തിൽ വിചാരണ ചെയ്യുമ്പോൾ അത് അയാളുടെ കുടുംബത്തെയും കരിയറിനെയും മാനസികാരോഗ്യത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഈ കേസിൽ ദീപക് എന്ന യുവാവ് നേരിട്ടത് ലക്ഷക്കണക്കിന് ആളുകളുടെ സൈബർ ആക്രമണമാണ്. ഒരു വ്യക്തിയെ മാനസികമായി തകർത്ത മരണത്തിലേക്ക് തള്ളിവിടുന്ന ഈ രീതിയെ ഡിജിറ്റൽ ഭീകരത എന്ന് തന്നെ വിളിക്കേണ്ടി വരും. നമ്മുടെ ഭരണഘടന ഓരോ പൗരനും നൽകുന്ന ചില അവകാശങ്ങളുണ്ട്. അതിൽ പ്രധാനം ന്യായമായ വിചാരണ എന്നുള്ളതാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ പ്രതിക്ക് തന്റെ ഭാഗം വിശദീകരിക്കാൻ അവസരമില്ല. ഷിംജിതയുടെ വീഡിയോ കണ്ടവർ ദീപകിന്റെ ഭാഗം കേൾക്കാൻ കാത്തുനിന്നില്ല. പോലീസിനെ അറിയിക്കുന്നതിന് മുൻപ് ലോകത്തെ മുഴുവൻ അറിയിക്കാനുള്ള ഈ ആൾക്കൂട്ട വിചാരണ നിയമവ്യവസ്ഥയെ നോക്കുകുത്തിയാക്കുന്നതാണ്. ആരോപണം ഉന്നയിക്കുന്നവർക്കുണ്ടാകേണ്ട സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇവിടെ പൂർണ്ണമായും വിസ്മരിക്കപ്പെട്ടു. ഒരാൾ ലൈംഗിക അതിക്രമത്തിന് ഇരയായാൽ അവർ പ്രതികരിക്കണം, അതിൽ തർക്കമില്ല. എന്നാൽ അത് പകയായോ പ്രശസ്തിക്കായുള്ള മാർഗമായോ മാറുമ്പോൾ അവിടെ ധാർമ്മികത മരിക്കുകയാണ്. ദീപകിനെ പോലെ ഒരു സാധാരണക്കാരന് സമൂഹത്തിന്റെ ഈ കൂക്കിവിളികളെ അതിജീവിക്കാനുള്ള മാനസിക കരുത്ത് ഉണ്ടായിരിക്കണമെന്നില്ല. അപമാന ഭയം ഒരു മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുമ്പോൾ ആ മരണത്തിൽ ആ ആരോപണം പങ്കുവെച്ച ഓരോരുത്തർക്കും പങ്കുണ്ട്. സത്യം എന്തെന്ന് അന്വേഷിക്കാതെ വീഡിയോകൾ ഷെയർ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ കൊലപാതകത്തിൽ പങ്കാളികൾ തന്നെയാണ്. വൈറലാകാനുള്ള വ്യഗ്രതയിൽ ഒരാളുടെ ജീവിതത്തെയും അന്തസ്സിനെയും തെരുവിലിട്ട് വലിച്ചുകീറുന്ന ഈ രീതി സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. തെറ്റ് ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്നല്ല, തെറ്റ് തെളിയുന്നത് വരെ ആരും കല്ലെറിയരുത്. അതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന നീതിബോധം. ഷിംജിതയ്ക്ക് നേരെ ചുമത്തപ്പെട്ട ആത്മഹത്യാ പ്രേരണാ കുറ്റം ഒരു പാഠമാകണം. സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ മറ്റൊരാളെ തകർക്കാനുള്ള ആയുധമാക്കുന്നവർക്കും റീച്ചിന് വേണ്ടി ജീവിതങ്ങൾ ബലി കൊടുക്കുന്നവർക്കും നിയമം കടുത്ത ശിക്ഷ തന്നെ നൽകണം. നമുക്ക് വേണ്ടത് വികാരമല്ല, വിവേകമാണ്. ദീപകിന്റെ മാതാപിതാക്കളുടെ കണ്ണിന് നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലെ സ്ക്രീനുകളിൽ പുരണ്ടിട്ടുണ്ട്. ആ തിരിച്ചറിവ് നമുക്കുണ്ടായേ മതിയാകും.